കേരളത്തിലെ മഹാപ്രളയത്തിന് ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ ഇതാ മറ്റൊരു മഹാദുരിതപ്പെയ്ത്തിന് നമ്മൾ കണ്ണീർ സാക്ഷികളാവുകയാണ്. 2024 ജൂലൈ 30 ചൊവ്വ. അന്ത്യത്താഴം കഴിച്ച് പരസ്പരം കുശലം പറഞ്ഞു കിടന്ന് രാത്രി ഏറെ വൈകിയിട്ടില്ല. രാത്രി 1:30 മലമുകളിൽ നിന്ന് അത്യുച്ചത്തിലുള്ള ഒരു പൊട്ടൽ ശബ്ദം കേട്ട് മുണ്ടക്കൈ ഗ്രാമത്തിലെ ചിലരൊക്കെ ഉണർന്നു. മണ്ണിൻ്റെയും ചളിയുടെയും ഗന്ധത്തിൽ അവർ എന്തോ അപകടം മണത്തു. ജീവനും കൊണ്ട് ചിലരെല്ലാം ഓടി. പക്ഷേ ആ പൊട്ടലിന് തങ്ങളുടെ ഗ്രാമത്തെ തുടച്ചു നീക്കാൻ മാത്രം പ്രഹരശേഷിയുണ്ടെന്ന് അവരറിഞ്ഞില്ല. മല കലിതുള്ളി അധിക ശക്തിയോടെ ഒഴുകി വന്നു. പാറക്കല്ലുകളും വടവൃക്ഷങ്ങളും ചേർന്ന് അതൊരു മഹാപ്രവാഹമായി. വഴിയിൽ കിട്ടിയതെല്ലാം ആ ഒഴുക്ക് കവർന്നെടുത്തു. പള്ളി, അമ്പലം, പാലം, വീടുകൾ, കടകൾ, വാഹനങ്ങൾ, മനുഷ്യർ, കുഞ്ഞു കിടാങ്ങൾ, മൃഗങ്ങൾ എല്ലാം ആ പ്രവാഹത്തിൽ നിലം വിട്ട് ഒഴുകുന്നതിനിടെ പുലർച്ചെ 4:30 മറ്റൊരു ഉരുൾപൊട്ടൽ കൂടി. മുണ്ടക്കൈയും ചൂരൽമലയും വെള്ളരിമലയും അടങ്ങുന്ന പ്രദേശം ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ നന്നേ തരിപ്പണമായി. എല്ലാ പച്ചപ്പു കാഴ്ചകളിലും ഭീതി നിറഞ്ഞു. മഹാവൃക്ഷങ്ങൾ കടപുഴകി നിലംപതിച്ചു മലവെള്ളത്തിലൊഴുകിയപ്പോൾ മുണ്ടക്കൈ യുദ്ധഭൂമിക്ക് സമാനമായി. ഒരു രാത്രിയിലെ നിമിഷ നേരങ്ങൾ കൊണ്ട് കണക്കില്ലാത്ത മനുഷ്യർ വീണു. ആ ഉരുൾപൊട്ടലുകൾ അവരുടെ പ്രാണൻ കവർന്നു. ചേതനയറ്റ അനേകം മനുഷ്യർ ചളിയിൽ പൂണ്ടു. പാറക്കല്ലുകൾ അടിച്ച് ചില മനുഷ്യർ തുണ്ടമായി തീർന്നു. ശരീരം അവയവമായി ചിതറി. തലകൾ വേർപെട്ടു. കൈകാലുകളറ്റു. 400ഓളം വീടുകൾ നിലംപരിശായി. യൂക്കാലിയും ഏലവും ചായയും കാപ്പിയും മലവെള്ളപ്പാച്ചിലിൽ ചതഞ്ഞരഞ്ഞു. അക്കാലമത്രയും അന്നാട്ടിലെ മനുഷ്യർ ശേഖരിച്ചു വെച്ച പണവും പൊന്നും മിന്നും കിനാവുമെല്ലാം മണ്ണിൽ പൊതിഞ്ഞു. പ്രാണനും കൊണ്ട് ചിലരെങ്കിലും ഓടി രക്ഷപ്പെട്ടു. ചിലരെ മണ്ണും മരവുമടിഞ്ഞ കൂനകളിൽ നിന്ന് ജീവിതത്തിലേക്ക് വലിച്ചെടുത്തു. മണ്ണൊഴുക്കിൽപ്പെട്ട് മരണത്തിലേക്ക് വഴുതിപ്പോകവേ വേരിലും ചില്ലകളിലും കല്ലുകളിലും കൈകോർത്ത് അല്പം ചിലരെങ്കിലും ജീവിതക്കരയിലേക്ക് പിടിച്ചു കയറി. അത്യന്തം ഭീതിയും ഭയവും നിറഞ്ഞ ഈ രാവ് പുലരും മുമ്പേ മലയാളി മനുഷ്യർ വയനാട്ടിലേക്ക് ചുരം കയറി. എല്ലാം മറന്നവർ ചളിമണ്ണിൽ കുതിർന്ന നിസ്സഹായരായ മനുഷ്യരെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും മറ്റനേകം സാന്ത്വന സേവകരും വയനാട്ടിൽ വന്നു തമ്പടിച്ചു. ഭീതി വിഴുങ്ങിയ നാടിൻ്റെ കാവൽക്കാരായി ദിവസങ്ങളോളം അവരവിടെ കഴിഞ്ഞു. വെള്ളവും ഭക്ഷണവും ഉടുതുണിയും മറുതുണിയും നഷ്ടമായ ആ മനുഷ്യരെ തേടി കൈനിറയെ സ്നേഹപ്പൊതികളുമായി കേരളം വയനാട്ടിലേക്കൊഴുകി. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൻ്റെ മുറിവുകളിൽ മലയാളികൾ സ്നേഹം പുരട്ടി ആവുന്നത്ര ചേർന്നു നിന്നു. അഭയമറ്റ പിഞ്ചു കുരുന്നുകൾക്ക് അമൃതൂട്ടാൻ മലയാളി അമ്മമാർ തയ്യാറായി. അനാഥർ ആശങ്കപ്പെടേണ്ട, ഞങ്ങൾ കൂടെ കൂട്ടാമെന്ന് ചിലർ വാക്കുകൊടുത്തു. ആരാധനാലയങ്ങളിലും കവലകളിലും വയനാടിനു വേണ്ടി കേരളം ബക്കറ്റുകൾ നീട്ടി. പ്രാർത്ഥനാവചനങ്ങൾ ഉരുവിട്ടു. എല്ലാ എതിർസ്വരങ്ങളും മറന്ന് തമ്മിൽ ഒന്നിച്ചു നിന്നു. സർക്കാർ സംവിധാനങ്ങൾക്ക് അവർ വേഗം പകർന്നു. 400-ലേറെ മൃതദേഹങ്ങൾ ആ ദുരന്തഭൂമിയിൽ നിന്ന് കണ്ടെടുത്തു. ഇപ്പോഴും കർമ്മസംഘങ്ങൾ വയനാട് വിട്ടു പോയിട്ടില്ല. തിരച്ചിൽ നിർത്തിയിട്ടില്ല. കൂട്ടുകാരും കുടുംബാദികളും നാഥന്മാരും നഷ്ടപ്പെട്ട ശിഷ്ടമനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുകയാണ് നമ്മൾ. പ്രതീക്ഷയുടെ തെളിഞ്ഞ വെളിച്ചത്തിലേക്ക് വഴിതെളിക്കുകയാണ്. ഇതെല്ലാം സ്രഷ്ടാവിൻ്റെ മഹാപരീക്ഷണയാഗമെന്ന് നനച്ച് അവർ ജീവിതത്തിലേക്ക് തിരികെ നടക്കട്ടെ. അവർക്കായി മലയാളി മനുഷ്യരും മറ്റനേകം സ്നേഹമനസ്സുകളും വാഗ്ദാനം ചെയ്ത സ്നേഹക്കുടിലുകൾ ഉയരട്ടെ. പേടി പുതഞ്ഞ അന്നത്തെ രാത്രിയിൽ മുറിഞ്ഞുപോയ കിനാക്കൾക്ക് ഈ സ്നേഹക്കൂരകളിൽ തുടർച്ചകളുണ്ടാകട്ടെ. നോക്കൂ, കഴിഞ്ഞ വർഷങ്ങളിൽ കവളപ്പാറയിലും പുത്തുമലയിലും അങ്ങ് ഇടുക്കിയിലും ഉരുൾപൊട്ടി അനാഥരായ മനുഷ്യർക്ക് സ്നേഹക്കരം പകർന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ അതിൽ നിന്നെല്ലാം രൗദ്രവും കടുപ്പവുമേറിയതാണ് മുണ്ടക്കൈയിലെ ഈ ദുരിതം. ഈ ആപൽ സന്ധിയെയും നമ്മൾ അതിജയിച്ചേ മതിയാകൂ.